ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിധികർത്താക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏത് ദുസ്സര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിനും വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊണ്ടുപോകും എന്ന വയലോപ്പിളിയുടെ വരികൾ സദസ്സിനു മുമ്പേ ആദ്യമേ കൈമാറട്ടെ. അതെ, ഗംഭീരമായ ഈ സദസ്സിൽ എൻ്റെ കേരളത്തെ കുറിച്ചാണ്, നമ്മുടെ കേരളത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള ഈ കൊച്ചു ദേശം ലോകഭൂപടത്തിൽ എന്നും ഒരു മതപൂ പോലെ തിളങ്ങിയിട്ടുണ്ട്. സ്വദേശികളും വിദേശികളും ആശ്ചര്യത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണം ഈ നാടിനു നൽകി. സദസ്സരെ, സമാധാനത്തിന്റെ ഈ തിരുത്ത് ആരും ദാനമായി നമുക്ക് നൽകിയതല്ല, തലമുറകളിലൂടെ കൈവന്നതാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന കേരളീയൻ എന്ന സർവ്വസുഖങ്ങളും ചെന്താമരയും വെള്ളാമരമുള്ള തടാകങ്ങളും അറിയാത്ത അത്ഭുതങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തെക്കാൾ എനിക്കിഷ്ടം ഞാൻ അറിയുന്ന നിലാനദിയാണെന്ന് പറഞ്ഞ മലയാളിയുടെ മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ കഥയിലും തിരക്കഥയിലും മുഖ്യമായ നിലാനദി മുതൽ അസംഖ്യം നദികളും സമുദ്രങ്ങളും നമുക്ക് സ്വന്തമായുണ്ട്. പശ്ചിമഘട്ടം മലനിരകളുണ്ട്. 2013 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഒരു മാതൃഭാഷ നമുക്ക് സ്വന്തമായുണ്ട്. യുനെസ്കോയുടെ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ള കഥകളി ഉൾപ്പെടെയുള്ള ഒരു കലാ കായിക സംസ്കാര മേഖല നമുക്കുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തെ മലയാളം കൊണ്ടാണ് നമ്മുടെ കവികൾ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മാതൃഭാഷയായ മലയാളം കൂടിച്ചേരുമ്പോൾ മാത്രമാണ് കേരളത്തിന്റെ പൂർത്തീകരണം ആവുകയുള്ളൂ. അതിരാവിലെ അലയടിക്കുന്ന പള്ളിമണികളും പാമ്പുവിളികളും ഹരിനാമ കീർത്തനങ്ങളും നമ്മുടെ നാടിനെ വൈവിധ്യത്തിന്റെ ഉത്സവപരമാക്കി. മതത്തിനും ജാതിക്കും അപ്പുറം മനുഷ്യനെന്ന സങ്കല്പപ്പേറിയ ഈ കൊച്ചു കേരളത്തെ ലോകം മതസൗഹാർദ്ദത്തിന്റെ മഹനീയ വേദിയായി പരിചയപ്പെട്ടു. 2018 മഹാപ്രളയവും ഭൂമിയിലെ സർവ്വഭൂഖണ്ഡങ്ങളെയും ഗ്രസിച്ച കൊറോണ കാലവും മലയാളികൾക്ക് മറക്കാനാകുമോ? ആ കെട്ടരാത്രികൾ നമ്മൾ മറികടന്നത് ഒരു വകോട്ട് മാത്രമാണ്. ഒടുവിൽ കഴിഞ്ഞ മാസങ്ങളിൽ വയനാടിലെ മഹാദുരന്തം, വെള്ളാർമലയിലെ കുഞ്ഞു കുട്ടികളടക്കം 100 കണക്കിന് മനുഷ്യരെ നമുക്ക് നഷ്ടമായി. ധര പോലും ബാക്കിയാകാതെ ഒരു ജനതയുടെ സർവ്വവും പ്രകൃതിയുടെ വികൃതി നമുക്ക് നഷ്ടമായി. അവരെ ജാതിമത ഭേദമെന്നീ നമ്മുടെ കേരളത്തിലെ സർവ്വ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ചേർത്ത് പിടിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ നാടിന്റെ ഇന്നത്തെ അവസ്ഥ എന്നെ കുറച്ചൊക്കെ നിരാശയാകുന്നു. ചില കാലമായി നമ്മൾ കാത്തു സൂക്ഷിച്ച മതസൗഹാർദ്ദത്തിന് വിളിച്ചിൽ തട്ടുന്ന പ്രവണത എന്നെ വിഷമിപ്പിക്കുന്നു. നമ്മുടെ തനതായ ഭാഷാ സംസ്കാരം എന്നിവയെ മറന്നോ പാശ്ചാത്യ അനുകരണവും വർദ്ധിച്ചു വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ തെറ്റായ അനാവശ്യ ഇടപെടലും ദുരുപയോഗവും കൂടി വരുന്നു. കൃഷി ചെയ്യുന്ന പാടവും ഫലവും ധരിച്ചിട്ട് നാം അന്യ സംസ്ഥാനത്തുള്ള ലോറികൾക്കായി കാത്തിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും അരങ്ങുവാഴുന്ന സമൂഹമായി നാം മാറുന്നുവോ എന്ന ആശങ്ക എന്നെ അസ്വസ്ഥയാക്കുന്നു. നമ്മുടെ മഹാരാജ്യം ഇന്ത്യയുടെ കാൽച്ചിലങ്കയായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം ആശിച്ചുകൊണ്ട് വയലാർ എഴുതിയ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ മനോഹരമായ വരികൾ എൻ്റെ പ്രസംഗത്തിന്റെ അവസാനം ഞാൻ ഓർമ്മിക്കുന്നു. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കൊരു